നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാനും ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കാനും ദൈവം എന്നെ നിലനിർത്തി അതിനെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം എന്റെ സാക്ഷ്യം ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവന്റെ ജീവിതത്തിൽ വിചാരിക്കുന്നതിനപ്പുറം, ഞാൻ ആലോചിക്കുന്നതിന് മുമ്പ്, ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാം ദൈവം നൽകി തന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറയുകയുണ്ടായി, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കാനായിട്ട് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ അവൻ എല്ലാ പദ്ധതികളും ഇട്ടതിന് ശേഷമാണ് നമ്മളെ വിളിച്ചത്. എന്നാലോ നമ്മളെ വീഴ്ത്തുവാനായിട്ട് നമ്മുടെ ശത്രു ദിനംപ്രതി നമ്മുടെ പുറകെ നമ്മളെ വീഴ്ത്തുവാനായിട്ട് ഓരോ അമ്പുകളും അവൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് വീഴ്ത്തുന്ന കാര്യവും ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം, പ്രാർത്ഥന എന്നുള്ളൊരു ആയുധം നൽകി തന്നതിന് ശേഷമാണ് ദൈവം നമ്മളെ വിളിച്ചത്. പരീക്ഷ എഴുതുന്നവരുണ്ട്, അവരവരുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്റെ മുമ്പിൽ. അങ്ങനെ പലവിധമായ പ്രാർത്ഥന വിഷയങ്ങൾ ഇരിക്കുന്നവരുണ്ട്. പാസ്റ്റർ പറയുകയുണ്ടായി, പാസ്റ്റർ പാട്ട് പാടിയപ്പോൾ കൂടെ പാടി എന്നൊക്കെ. പാട്ടും പ്രാർത്ഥനയൊക്കെ വരുന്ന ഒരു സമയമുണ്ട്. ഒന്നില്ലെങ്കിൽ എക്സാം വരണം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങൾ വരണം, എന്തെങ്കിലും അസുഖത്താൽ നമ്മൾ ഇരിക്കുന്ന സമയമാകണം. അപ്പൊ ദൈവം നമ്മളെ കൊണ്ട് ആരാധിക്കണം, ഇവൻ എന്നെ നന്നായിട്ട് മനസ്സുകൊണ്ട് ആരാധിക്കണമെന്ന് ദൈവം ഒന്ന് ഉറച്ചു ചിന്തിച്ചാൽ ഈ കഷ്ടവും അനുഭവവും എക്സാമും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. അതിനു മുമ്പ് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നവരാണെങ്കിൽ, സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും, എല്ലാ കഷ്ടങ്ങളും, എല്ലാ തിന്മകളും നമ്മുടെ എതിരെ വന്നാലും അതെല്ലാം നമുക്ക് നന്മയ്ക്കായി ഭവിക്കും. ഇന്നത്തെ ചിന്താവിഷയത്തിനായി കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം തോന്നുന്നു നിങ്ങൾ പഠിപ്പിച്ചത്. ഞാനും അത് തന്നെ കേട്ടിട്ടാണ് ഇവിടെ പോയത്. 33-ാം അധ്യായം ആയിരിക്കും. പാസ്റ്റർ സംസാരത്തിൽ 33 അല്ലേ, 31-3. എനിക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വചനം കേട്ടിട്ട് തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെയും ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് പ്രത്യാശ ദീപൻ ചേപ്പാടിലാണ്. അവിടുത്തെ ഡ്രൈവറായി, ടീച്ചറായി, പ്രിൻസിപ്പളായി, എല്ലാ കാര്യങ്ങളും, ടെക്നീഷ്യനായി, എല്ലാ കാര്യങ്ങളും ഓടി നടക്കാൻ ദൈവം എന്നെ സഹായിച്ചു. 1 കൊരിന്ത്യർ 15:10 പൗലോസ് പറയുന്നത് പോലെ എല്ലാം ദൈവകൃപയാൽ മാത്രമാണ്. ഞാൻ നനച്ചതോ, ഞാൻ ചിന്തിച്ചതോ, ഞാൻ വിചാരിച്ചതോ അല്ല, എന്നാലോ ദൈവം എന്നെ കൊണ്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. പനിയൊക്കെ ആയിരുന്നു, എങ്ങും പോകണ്ട, ലീവ് എടുക്കാം, ഇരിക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴും ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, വേറെ ആരുമില്ല ചെയ്യാനായിട്ട്, ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യണം. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ, ഇപ്പോൾ ഈ സമയം വരെ നിലനിർത്തിയിരിക്കുന്നു. വീട്ടിലും അമ്മയും പപ്പയും എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു. കാരണം ഞാൻ ദൈവവേലയിൽ ആയതുകൊണ്ട്. 2 ചേച്ചിമാരുണ്ട്, അവർ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശ ജീവിതത്തിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഓരോ പ്രാവശ്യവും പല പല പുതിയ മുഖങ്ങളെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്. ഇവർ ഓരോരുത്തരുടെ കടന്നു വന്ന സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പണ്ട് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ആദരവും റെസ്പെക്റ്റും എല്ലാം അവര് ഈ വേദപുസ്തകത്തിനും ഈ വചനത്തിനൊക്കെ കൊടുക്കുന്നവരാണ്. കാരണം അവർ അറിഞ്ഞ സത്യം വളരെ ചെറുതാണെങ്കിലും ആ സത്യത്തെ അവർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. ആ സത്യത്തിൽ തന്നെ അവർ പിടിച്ചു നിൽക്കുന്നു. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യുന്ന പല പാസ്റ്റർമാരെയും ജയിലിലടയ്ക്കുന്നു. അവരുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകളൊക്കെ കടന്നു വരുന്നു. എന്നാലും അവരാരും നോർത്ത് ഇന്ത്യ വിട്ട് തിരിച്ചിങ്ങോട്ട് കടന്നു വരുന്നില്ല. അവരതിന്റെ എല്ലാം മധ്യത്തിലും ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയത്തിനായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 29-11 വചനം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചട്ടെ. हिंदी लोगों के लिए आप लोग पहले से सुन चुका है, और जो नया हमारा इधर का भाई लोग है, आप लोगों के लिए मैंने आपको बताता हूँ इसका कहानी क्या है बीच में. इसलिए आप लोग वो वचन लेकर ध्यान करके रखना और वचन पढ़ते हुए बैठना. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 29-ാം അധ്യായം 11-ാം വാക്യം. നമുക്കൊരു ദിവസം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സർവ്വസ്വങ്ങളുടെ പിതാവേ, നൽകി തന്ന വചനത്തെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിൽ സംസാരിക്കുവാനായിട്ട് അടിയനെ അങ്ങെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും നിന്നതല്ല, അടിയനെ നിർത്തിയതാണ് എന്നുള്ള വിശ്വാസമാണ് അടിയന്റെ ജീവിതത്തിൽ ഇതുവരെയും അടിയനെ വഴി നടത്തിയത്. അതുപോലെ തന്നെ ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിലും ഈ വചനത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും വരും ദിവസങ്ങളിൽ കാണപ്പെടുമാറാകട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സഭയെയും ഈ സഭയോടനുബന്ധിച്ച് ദൂരവേ ആയിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എല്ലാവരും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ
ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുത്ത കുറിവാക്യം Jeremiah chapter 29 verse पर यिर्मयाह नबी का किताब अध्याय 29 उसका 11 वचन यिर्मयाह പ്രവാചകന്റെ പുസ്തകം 29 അതിന്റെ 11ാം വചനം. ഇപ്പോൾ ഈ എക്സാം ഒക്കെ നടക്കുന്ന സമയം ആണ് ഈ വചനങ്ങൾ പലരും സ്റ്റാറ്റസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നില്ലെങ്കിൽ റിസൾട്ട് വരുന്ന സമയം, ഇല്ലെങ്കിൽ എക്സാം നടക്കുന്ന സമയം, ഇല്ല കല്യാണത്തിന്റെ സമയം, ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഒരു എക്സ്പെക്ടേഷനിൽ നിൽക്കുന്ന സമയത്താണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 11ാം വചനം. പലരുടെയും വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ, ഫേസ്ബുക്ക് സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ്, എവിടെയൊക്കെ നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരാളുടെ സ്റ്റാറ്റസിൽ നിന്നാണ് ഞാൻ ഈ വചനം കണ്ടത്. പക്ഷെ ഈ വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് ദൈവം എനിക്ക് നല്ലൊരു സമയം നൽകി തന്നു. ആ വചനത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ, പഠിച്ചതിന് ശേഷം ഞാൻ ഇത് ചില ആൾക്കാരോട് പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ഇനി ഈ വാക്യം ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ വചനങ്ങളും നമുക്ക് പോസിറ്റീവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിലും ദൈവത്തിന്റെ വചനത്തെ ആഴമായിട്ട് പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ വചനം എന്റെ ജീവിതത്തിൽ വന്നത് ഞാൻ ആ വചനത്തെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ്. കേൾക്കുന്ന വചനമെല്ലാം എനിക്ക് പോസിറ്റീവാണ് എന്ന് വിചാരിക്കുന്നവരെ കൂട്ടമാണ് നമ്മൾ മനുഷ്യരാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കണം എന്നൊരു ആശയോടെയാണ് നമുക്ക് ബുദ്ധിയുള്ള സമയം മുതൽ നമ്മൾ വളർന്നു പോകുന്നത്. ഇല്ല, നമ്മുടെ വളർച്ച നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് എല്ലാവരും എന്നെ സ്നേഹിക്കണം, പക്ഷേ ഞാൻ ചില ആൾക്കാരെ മാത്രമേ സ്നേഹിക്കുള്ളൂ. അത് എന്റെ തീരുമാനമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറില്ല. ഈ വചനം വായിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ വായിച്ചവർക്ക് എല്ലാവർക്കും തോന്നിയത് അയ്യോ ദൈവം എന്നെ കുറിച്ച് ചില പ്ലാനുകളുണ്ട്, പദ്ധതിയുണ്ടെന്ന് എനിക്കൊരു വാഗ്ദത്തം തരാൻ പോകുന്നു, അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് എന്റെ ചില പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം എനിക്ക് ലഭിക്കുവാൻ പോകുന്നു. അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞ് വചനത്തിന്റെ ആഴത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാനായിട്ട് നിങ്ങൾ ഒരുക്കിക്കൊള്ളുക. പക്ഷെ 29ാം അധ്യായം അതിന്റെ 11 വചനം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് സേനവും യഹോവ അവരെഴുതിയിരിക്കുന്നത് ആരുടെ യഹോവ എഴുതിയിരിക്കുന്നത്? ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ യഹോവ. നമ്മൾ ദൈവത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ പലവിധമായ പേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പലവിധമായ പേരുകൾ എല്ലാം ഒരു ദൈവത്തെ തന്നെ കാണിക്കുന്നുവെങ്കിലും അവന്റെ പലവിധമായ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവയുടെ വാക്കാണിത്. നമ്മൾ പഴയ നിയമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ദൈവം വളരെ ദേഷ്യമുള്ള ഒരാളായിട്ടാണ് നമുക്ക് പല സമയത്തും കാണാൻ പറ്റുന്നത്. ശത്രുക്കളെ വീഴ്ത്തുന്നവൻ, ഗോലിയാത്തിന് മുന്നിൽ എന്നെ ബലത്തോടെ നിർത്തുന്നവൻ, അവിടെ ബലവാനാണ്. പക്ഷെ പുതിയ നിയമത്തിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ യേശു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ആടിനെയൊക്കെ എടുത്ത് പിടിച്ചോണ്ടിരിക്കുന്ന സ്നേഹമുള്ളവര് യേശു ക്രിസ്തു മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഇവിടെ വചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ വാക്കാണിത്. സൈന്യങ്ങളുടെ യഹോവ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. അതിന്റെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17ാം അധ്യായം. സ്റ്റഡി ബൈബിൾ ഒക്കെ ഉള്ളവരുടെ ആണെങ്കിൽ അവിടെ വചനം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യഹൂദയോടാണ്, യഹൂദ അല്ലെങ്കിൽ ജൂഡ, അവരുടെ മലയാളം യഹൂദ തന്നെയല്ലേ, അവരോടാണ് ദൈവം ഈ വചനം സംസാരിക്കുന്നത്. 17ാം അധ്യായം മുതൽ നിങ്ങൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ സാധിക്കും അവർക്ക് ദൈവം വേണ്ടുന്ന നന്മകളെല്ലാം നൽകിക്കൊടുത്തതിന് ശേഷവും അവർ വിഗ്രഹാരാധന, ദൈവം ചെയ്യേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാനിടയായി. അങ്ങനെ ഇരുന്നപ്പോൾ ബാബിലോൺ ശത്രുക്കളുടെ കയ്യിൽ അവരുടെ യഹോവ തന്നെ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് ചരിത്രം നമ്മളെ കാണിക്കുന്നത്. ശത്രുക്കളുടെ കയ്യിൽ നമ്മളെ തന്നെ നമ്മുടെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളെന്ന് പറയുന്നത് ആ വചനം നമുക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിനാണ്. അപ്പോൾ ആ യഹൂദ ഗോത്രത്തെ ദൈവം എന്ത് ചെയ്തു? ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരിപ്പോൾ ആയിരിക്കുന്ന സ്ഥലം ബാബിലോണാണ്. ഒന്ന് വിചാരിച്ചു നോക്കിയാൽ നമ്മുടെ ശത്രുക്കളെ കാണാൻ പോലും നമുക്ക് ഇഷ്ടമില്ല. ഭാഷ എന്ന് പറയുകയുണ്ട, ശത്രുക്കളൊന്നും ചെയ്യണ്ട, ശത്രു ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ പ്രാർത്ഥന കൂട്ടും. അങ്ങനെയുള്ള ഒരു ജനം ഇവിടെ കാണാൻ സാധിക്കുന്നത് അവര് ശത്രുക്കളുടെ ദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വളരെ പ്രാർത്ഥനയിലാണ് ആ സമയത്ത്. ദൈവമേ, എന്റെ ഈ അവസ്ഥയ്ക്ക്, ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നൽകി തരണമേ. വളരെ പ്രാർത്ഥിക്കുന്നു, വളരെ കരയുന്നു. പക്ഷെ അതിനോടുകൂടെ അവർ തെറ്റായ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു. അങ്ങനെ ഇരിക്കെയാണ് 28ാം അധ്യായത്തിൽ എത്തുമ്പോൾ അവർക്കൊരു നന്മയുടെ വാക്കുമായിട്ട് ഒരു ദൈവദാസൻ കടന്നു വരുന്നു. ഞാൻ ആദ്യം ദൈവദാസൻ എന്ന് പറയും, കാരണം അദ്ദേഹത്തിന്റെ പേര് ഹനന്യ എന്നാണ്. ഹനന്യ കടന്നു വന്നിട്ട് അവരോട് സംസാരിക്കുന്നത്,
നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ പോവുകയാണ്. 2 വർഷം വെയിറ്റ് ചെയ്താൽ മതി. അതിന് 28-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ഹനന്യാ പ്രവാചകൻ കടന്നു വന്നിട്ട് യഹൂദ ഗോത്രത്തിലുള്ള എല്ലാവരോടും പറയുന്നത്, ആ വംശത്തിനോട് പറയുന്നത്, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ പോകുന്നു. നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ 2 ഹല്ലേലൂയ ഇല്ലെങ്കിൽ ആമേനൊക്കെ കൂടുതൽ പറഞ്ഞ് അത് ഏറ്റെടുക്കുന്നവരാണ്. ഇവരും അങ്ങനെ തന്നെ അത് ഏറ്റെടുത്തു. അവരോട് ഹനന്യാ വന്ന് പറഞ്ഞത്, 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പ്രാർത്ഥനകൾക്ക് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. പക്ഷെ 28-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ഇരമ്യാ പ്രവാചകൻ വന്ന് ഹനന്യാവിനോട് പറയുകയാണ്, നീ ദൈവം അയച്ചിട്ടല്ല വന്നത്. ഞാൻ വചനങ്ങൾ വായിക്കേണ്ട സമയം എടുക്കുന്നില്ല. ഞാൻ പറയുന്നത് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പോയി വീട്ടിലിരുന്ന് വായിച്ചിട്ട് ഭാഷ അറിയില്ല. കാരണം ഹനന്യാ പ്രവാചകനോട് യിരെമ്യാ വന്ന് പറയുന്നത്, ദൈവം അയച്ചിട്ടല്ല നീ വന്നതെല്ലാം പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇവരെല്ലാവരും ഹല്ലേലൂയ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തവർക്ക് മലയാളത്തിൽ പറഞ്ഞ അയ്യടാന്നായി പോയി. അയ്യോ, ഒരു ദേവദാസൻ വന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ നഷ്ടത്തിന്റെ ആ ഒരു അനുഭവത്തിൽ നിന്നൊരു മാറ്റം ലഭിക്കുവാൻ പോകുന്നു. അവരന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ, ഞങ്ങളുടെ ആ പഴയ ദേശത്ത് ഞങ്ങൾക്ക് പോയാൽ മതിയായിരുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ദിനങ്ങൾ. ഇവിടെ ഞങ്ങൾ അടിമപ്പണിയാണ്, ഞങ്ങൾക്ക് ഇവിടെ കഷ്ടതയാണ്, ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം ലഭിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലേ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പഠിച്ച സമയത്ത് ഇപ്പോഴും രാത്രികൾ ചിലപ്പോൾ കിടന്നുറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ ചിലപ്പോൾ എണീക്കുമ്പോൾ ആ 10ാം ക്ലാസ്സിന്റെ എക്സാമിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഫീലിംഗ് ആയിരിക്കും. കാരണം അത്രയും പേടിച്ചിട്ടുണ്ട് 10ാം ക്ലാസ് ഒക്കെ പരീക്ഷ എഴുതുമ്പോൾ. ഒന്നാമത്തെ കാര്യം, അറിയാവുന്ന ഭാഷയല്ല. അന്ന് 10ാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി ചേർന്നത്. ആ പേടി ഇപ്പോഴും മനസ്സിലുണ്ട്. നമ്മളും പലപ്പോഴും ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ, വേദനകൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നമ്മൾ വിചാരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അതിന് സൗഖ്യം കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് നാളെ അമേരിക്ക പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്ക പോയാൽ മതി. അങ്ങനെ ആയിരിക്കുമ്പോഴായിരിക്കും ഹനന്യാവിനെ പോലെയുള്ള ഏതെങ്കിലും പ്രവാചകന്മാർ കടന്നു വരുന്നതും പറയുന്നത്, ഇന്ന സമയത്ത് ഇന്നത് നടക്കും. നമ്മൾ വാഗ്ദത്തം ഏറ്റെടുക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ ദൈവത്തെ ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ സമ്മതിക്കാറില്ല. എന്ന് വെച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം ലഭിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും ഉണ്ടാക്കിയിട്ട് നമ്മളോട് ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഈ കാലത്ത് പലരുടെയും പ്രാർത്ഥനയും വിഷയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ആജ്ഞാപിക്കുക, എനിക്കിത് ചെയ്തു തരണം, എനിക്കിത് ചെയ്തു തരണം, എന്നാൽ മുന്നോട്ടുള്ളത് നോക്കാം. ഇല്ലെങ്കിൽ ചില വിശ്വാസികൾ ഇല്ലെങ്കിലും ചർച്ചയിൽ വരും, ചില വിശ്വാസികൾ തിരിച്ചു പോകും. ഈ ദൈവത്തെ വിളിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഈ യഹൂദ ഇവിടെയുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവമേ, എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം, ഞങ്ങളെ ആ പഴയ ദേശത്ത് കൊണ്ട് വിട്ടാൽ മതി, അവിടെ ഞങ്ങൾക്ക് സന്തോഷം, എന്റെ ജീവിതത്തിൽ ആ പഴയ അനുഭവം എനിക്ക് വീണ്ടും വേണം. അപ്പോൾ ഹനന്യാ വന്നിട്ട് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക, 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കും. അതിനുശേഷം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, യിരെമ്യാ പ്രവാചകനെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു യൂത്താണ്, എനിക്ക് പല കാര്യങ്ങളും ചെയ്യുവാനുണ്ട്, ദൈവമേ, ഈ കാര്യത്തിന് വേണ്ടി ഞാൻ തയ്യാറല്ല. പക്ഷെ ദൈവം അവനെ വിട്ടില്ല കേട്ടോ. ദൈവം അവനോട് പറഞ്ഞത്, നീ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയമിച്ചു വെച്ചതാ. എന്റെ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ പൂർത്തിയാകുവാൻ വേണ്ടി ഞാൻ നിന്നെ പണ്ടേ കണ്ടുവെച്ചതാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ നിന്ന് നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരും. ഇംഗ്ലീഷിൽ നമ്മൾ പറയും, എല്ലാ സ്റ്റഡീസും ഇല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിലും എവറിത്തിങ് ഈസ് ബിഗിനിങ് വിത്ത് നോയിങ് സംതിങ്. നമ്മൾ എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ടാണ് എല്ലാത്തിന്റെയും തുടക്കം കുറിച്ച് വെക്കുന്നത്. വിശ്വാസ ജീവിതവും എന്തൊക്കെയോ അറിഞ്ഞതിന് ശേഷമാണ്, എന്തൊക്കെയല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിശ്വാസത്തിന്റെ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഹനന്യാവിന്റെ വാക്ക് വിചാരിച്ച് സന്തോഷിച്ച് ആമേൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിരുന്ന ജനത്തിന്റെ മുന്നിലേക്ക് ദൈവം യിരെമ്യാ പ്രവാചകനെ അയച്ചിട്ട് പറയുകയാണ് ഹനന്യാവിനോട്, നീ വന്നത് ദൈവത്തിന്റെ അടുക്കൽ നിന്നല്ല, നീ സംസാരിച്ചത് ദൈവത്തിന്റെ വചനങ്ങളല്ല. കാരണം അവരെ ആ ദേശത്താക്കിയത് ഞാനാണ് എങ്കിൽ അവരെ കുറിച്ച് പദ്ധതി ഉള്ളതും എനിക്കാണ്. അത് നീ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയേണ്ട സമയത്ത് ദൈവത്തിന്റെ ജനത്തിന് മുന്നാകെ അവന് വേണ്ടി പറയിക്കുമെന്ന്.
പണ്ട് ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് ഒന്നിന്റെ പ്രസംഗത്തിന്റെ സമയത്ത് എനിക്ക് ഉറങ്ങാൻ തോന്നുമായിരുന്നു, ഇല്ലെങ്കിൽ ചർച്ചിൽ പോയില്ലെങ്കിൽ ആരാധനയ്ക്ക് പോകാൻ തോന്നത്തില്ലായിരുന്നു. ബിസിനസ്സോട് ചോദിച്ചാൽ മതി, അച്ഛനെ വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അവരൊക്കെ ഞങ്ങളുടെ റൂമിൽ വന്ന് ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ ഇന്ന് രാവിലെ 7 മുതൽ 9 മണി വരെയുള്ള ഒരു ആരാധന ഉണ്ടായിരുന്നു ഹിന്ദിയിൽ. അതിനുശേഷം വേറൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആരാധന ഉണ്ടായിരുന്നു, ഇവിടെ പല്ലണ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും, അതിനുശേഷം ഇപ്പോൾ ഇവിടെ മലയാളത്തിൽ. ഇനി വീണ്ടും തിരിച്ചു ചെന്നിട്ട് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷും കൂടിയുള്ള ആരാധന 6 മുതൽ 9 വരെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ ചില കാര്യത്തിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാൻ തയ്യാറല്ല എങ്കിൽ 17 അധ്യായത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കഥയുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാല്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം. കുശവന്റെ കയ്യില് കളിമണ്ണ്. ആ കുശവന്റെ കയ്യിൽ കളിമണ്ണ് എത്തിയത് എങ്ങനെയാണെന്നറിയാവോ? അത് പൊട്ടിക്കിടന്ന സമയത്താണ്. കുശവന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ തയ്യാറല്ലെങ്കിൽ കുശവൻ ചിലപ്പോൾ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ അത് അനുഭവിക്കാൻ, ആ ഒരു കഷ്ടത അനുഭവിക്കാൻ കൂടെ തയ്യാറായിക്കണം. അപ്പോൾ 18-ാം അധ്യായത്തിൽ നിന്ന് മുന്നോട്ട് കടന്നു വരുമ്പോൾ ഇവർ വീണ്ടും തെറ്റിൽ ജീവിക്കുന്നു. ആ തെറ്റിൽ ജീവിക്കുന്ന ജനത്തോട് അനന്യ വന്ന് പറഞ്ഞത് 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് പലയിടത്തും കാണുവാൻ സാധിക്കും, പല പ്രവാചകന്മാരൊക്കെ പറയുന്നത് ഇന്ന സമയത്ത് അത് നടക്കും, ഈ നടക്കും എന്നൊക്കെ പറയും. പക്ഷെ ഇതിനുശേഷം പലരും വിശ്വാസത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം യെരമ്യാവ് അനന്യാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ വന്നത് ദൈവത്തിൽ നിന്നല്ല, നീ പറഞ്ഞത് ദൈവത്തിന്റെ വചനങ്ങളല്ല. ചിലപ്പോൾ അത് മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു വന്നിരിക്കും, പക്ഷേ നിനക്കതിനുള്ള ബലം ലഭിച്ചിരിക്കും. ആ ഒരു ഉറപ്പോടു കൂടെയാണ് ഞാൻ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഓരോ ദേവദാസന്മാരും ദൈവത്തിന്റെ വേലയിലായിരിക്കേണ്ടത്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ദൈവത്തിങ്കിൽ നിന്നാണോ, ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ശബ്ദമാണോ എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹനന്യാവിന്റെ വാക്ക് കേട്ട ജനം അത് ഏറ്റെടുത്തിരിക്കുമ്പോൾ, ഹനന്യാവിന്റെ കഥ വാക്കി നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അതിന്റെ 28-ന്റെ 12 മുതൽ വായിച്ചു നോക്കി കാണുവാൻ സാധിക്കും. യെരമ്യാ പ്രവാചകൻ തന്നോട് ഈ സംസാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹനന്യാ പ്രവാചകൻ മരിച്ചുപോയി. വചനത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷമാണ് 29-ാം അധ്യായം അതിന്റെ 11-ാം വചനം. നമ്മളെല്ലാവരും നമുക്ക് പോസിറ്റീവായിട്ട് കണക്കാക്കുന്ന ഒരു വചനം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ യെരമ്യാ പ്രവാചകൻ അതിന്റെ 7-ാം വചനത്തിൽ ഒരു കാര്യം പറയുന്നു. ഇത് സൈന്യങ്ങളുടെ യഹോവയുടെ വാക്കാണിത്. സൈന്യങ്ങളുടെ യഹോവ എന്നവിടെ തീർത്തെഴുതിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തെറ്റ് ചെയ്യുന്നവന്റെ മുന്നിൽ അവൻ ഒരിക്കലും സ്നേഹത്തോടെ നിൽക്കാറില്ല. തെറ്റ് ചെയ്യുന്ന ജനതയുടെ മുന്നിൽ അവൻ അവർക്കുള്ള ന്യായവിധിയുമായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ തന്റെ ജനത്തെ വീഴ്ത്തുവാനായിട്ട് നിൽക്കുന്ന സൈന്യങ്ങളുടെ മുന്നിൽ സൈന്യങ്ങളുടെ യഹോവ എങ്ങനെ നിന്നു, അതേപോലെ ആയിരിക്കും അവന് വിരോധമായിട്ട് ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും മുന്നിൽ സൈന്യങ്ങളുടെ യഹോവ നിൽക്കുന്നത്. അതുകൊണ്ട് യെരമ്യാ പ്രവാചകൻ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പറയുന്നത്. 7-ാം വചനം വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ എനിക്ക് ഇവിടെ നിൽക്കണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ എനിക്ക് ഇവിടെ നിൽക്കണ്ട, എന്നെ ഇവിടെ ബദ്ധന്മാരാക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. പക്ഷേ സൈന്യങ്ങളുടെ യഹോവയുടെ വാക്കേതാ? ആ നഗരത്തിന് വേണ്ടി നീ നന്മ ചെയ്യണം. ആ നഗരത്തിൽ നിന്നുകൊണ്ട് നീ ആ നഗരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. പക്ഷെ ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്തുവാ? ദൈവമേ ഞങ്ങളുടെ പഴയ സ്ഥലത്ത് എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതി, ഈ കഷ്ടം ഞങ്ങൾക്ക് വേണ്ട, ഈ സങ്കടങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ യെരമ്യാ പ്രവാചകൻ മുഖാന്തരം സൈന്യങ്ങളുടെ യഹോവയുടെ വാക്ക്, നീ നിൽക്കുന്നിടത്ത്, ആ നിൽക്കുന്ന അനുഭവത്തിൽ നീ പ്രാർത്ഥിച്ചാൽ മതി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അതിന്റെ 8-ാം വചനം. നിങ്ങളുടെ ഇടയിൽ പ്രവാചകന്മാരും പലരും, നിങ്ങൾ ഹീറോസ് ആക്കി വെച്ചിരിക്കുന്ന പലരും ഉണ്ട്. അവരുടെ വാക്ക് കേൾക്കുവാനായിട്ടല്ല ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. 119-ാം സങ്കീർത്തനം അതിന്റെ 71-ാം വചനത്തിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗുഡ് that I was afflicted. ഞാൻ കഷ്ടതയിലായത് എനിക്ക് നന്നായി, കാരണം അവന്റെ വിശ്വസ്തതയാണ് എന്നെ കഷ്ടതയിലാക്കിയിരിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു.
23 സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കില്ലേ, ശത്രുവിന്റെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവം. ഈ ശത്രു ആരാണ്? നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ശത്രു ആരാണ്? ആരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ശത്രുവിന്റെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? പലപ്പോഴും എന്റെ ജീവിതത്തിൽ ശത്രു എന്റെ മനസ്സ് തന്നെയാണ്, ഇല്ലെങ്കിൽ എന്റെ വിചാരങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം പറയുന്നത്, നീ ആയിരിക്കുന്ന നഗരത്തിൽ നീ പ്രാർത്ഥിച്ചു കൊള്ളുക. എന്തിനു വേണ്ടി? ആ നഗരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു കൊള്ളുക. അതിന് 8-ാം വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ മധ്യത്തിൽ പല പ്രൊഫറ്റ്സും ഉണ്ട്, പലവരെയും നിങ്ങൾ വലിയവരാക്കി കണക്കാക്കിയിരിക്കുന്നു. അവര് കാണുന്ന സ്വപ്നങ്ങളിലെ ദർശനങ്ങൾ എന്റേതല്ല, അത് ആരുടേതാണ് എന്ന് തിരിച്ചറിവിൻ. അതിന് 9-ാം വചനം, അവർ എന്റെ നാമത്തിൽ നിങ്ങളോട്. ഇത് ഹനന്യാ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലവിധമായ കാര്യങ്ങളിൽ നമ്മൾ ചില വാഗ്ദാനങ്ങൾ കേട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഈ വചനം കേട്ടതിന് ശേഷം അതിനൊരു അർത്ഥമില്ലാണ്ടായി പോകാം. മുന്നോട്ട് വായിച്ചാട്ടെ. അരുളപ്പാട്, അതിന്റെ ഇംഗ്ലീഷ് വാക്ക് ഡിക്ലെയർ എന്നാണ്. ദൈവം ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരെ ഞാൻ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 10-ാം വചനം, യഹോവയാം ദൈവം അരുളി ചെയ്യുന്ന വാഗ്ദത്തം എന്താ? നീ ആയിരിക്കുന്ന സ്ഥലത്ത് എത്ര വർഷം? ഹനന്യാ പ്രവാചകൻ എന്ന് പറഞ്ഞത് 68 വർഷം കൂടെ കൂട്ടിയ ദൈവം പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇതെല്ലാം കേട്ടിരുന്നവര് ഇപ്പോൾ എങ്ങനെയായിപ്പോയി? അയ്യാറായി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ 2 വർഷമായിരുന്നല്ലോ, അയ്യോ ദൈവം എന്നോട് ഈ ഒരു വാഗ്ദത്തം പൂർത്തീകരിക്കുന്നത് ഇന്ന സമയത്തായിരുന്നല്ലോ. പക്ഷെ ദൈവം തന്നെ ഇപ്പൊ എന്നോട് പറയുന്നത് എന്തുവാ? 70 വർഷം നീ ബാബിലോണിലായിരിക്കണം, അതിനുശേഷമേ ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യത്തുള്ളൂ. ആ ബാക്കി വായിച്ചേട്ടെ. നിങ്ങളെ സന്ദർശിക്കുവാനായിട്ടുള്ള സമയം വെച്ചിരിക്കുന്നത് എത്രയാ? 70 വർഷം. ഈ വചനം, ഈ വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ഈ സ്ഥലത്തേക്ക് നിങ്ങളെ തിരിച്ചു വരുത്തുമെന്ന്. പക്ഷെ ഞാൻ അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തെ അത് നടക്കത്തുള്ളൂ. അതിനു മുമ്പ് ആരുടെയൊക്കെ വാക്ക് കേട്ട് എത്രയൊക്കെ പ്രാർത്ഥിച്ചിരുന്നാലും, ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഞാൻ കേട്ട ദൈവത്തിന്റെ വചനമാണോ അതോ എന്നെ സുഖിപ്പിക്കുവാനായിട്ട്, എന്റെ മനസ്സിനെ ഒന്ന് കുലുക്കുവാനായിട്ട് ആരെങ്കിലും നിന്ന് പറഞ്ഞതാണോ എന്ന്. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ പറയുന്നത്, 70 വർഷത്തിന് ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയുള്ളൂ. അതിനുശേഷം താഴത്തേക്ക് വായിച്ചാട്ടെ. 11. അവിടെ ഇംഗ്ലീഷിൽ പ്ലാൻസ്, അതിന്റെ മലയാളം പദ്ധതി. ഈ പ്ലാൻസ് എന്ന വാക്ക് ഞാനും ആദ്യം വായിച്ചു പോയിരുന്നു. ഞാൻ പലപ്പോഴും ഈ വചനം സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വചനം ഒന്നുകൂടെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്. അവിടെ ദൈവം ആ വചനം പറഞ്ഞ് എഴുതി വെച്ചപ്പോൾ പ്ലാൻസ്, PLANS, പ്ലാൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, അതിന്റെ മൂലഭാഷ ഒറിജിനൽ ഭാഷയിൽ പോയി വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ദൈവം പറയുന്നത്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ കാര്യം ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ നിന്നെ അവിടെ ആക്കിയിരിക്കുന്നത്. അല്ലാണ്ട് ആ അവസ്ഥയിൽ നിന്ന് നിന്നെ വേറൊരു സ്ഥലത്തേക്ക് അയക്കുവാനായിട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവത്തിന് എന്ത് ശക്തിയാ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ എന്റെ മുന്നിൽ നിന്ന് ശത്രുക്കൾ പറയും, അവൻ വീണുപോയി, ഇല്ലെങ്കിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ശക്തി പ്രാപിക്കുവാനായിട്ടാണ്. പക്ഷേ അവൻ എന്റെ മുന്നിൽ നിന്ന് പെട്ടെന്ന് ഒളിച്ചോടി വേറെ സ്ഥലത്തേക്ക് പോയി. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ വിശ്വാസത്തോടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരുടെ നന്മയ്ക്ക് വേണ്ടി? ആ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അതിനുശേഷം ദൈവം പറയുന്നത് 70 വർഷം ഈ പ്രാർത്ഥനയിലായിരിക്കണം. 70 വർഷം നീയും നിന്റെ കുടുംബവും ഈ പ്രാർത്ഥനയിൽ ആയിരിക്കണം. അത് ദൈവത്തിന്റെ വാക്കാണ്, സൈന്യങ്ങളുടെ യഹോവയുടെ വാക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അത്ര തീവ്രതയോടെയാണ് യിരെമ്യാ പ്രവാചകൻ ജനത്തിന്റെ മുന്നിൽ നിന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ ആദ്യം തന്നെ ദൈവത്തോട് പറഞ്ഞത്, ഇതെല്ലാം ഞാൻ പോയി നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവര് ഒന്നില്ലെങ്കിൽ എറിഞ്ഞു വീഴ്ത്തു, ഒന്നില്ലെങ്കിൽ അടിച്ചു കൊന്നു കളയും. കാരണം അവരുടെ മനസ്സിൽ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല.
അപ്പോൾ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവം പറയുന്നത്, എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണമെന്ന്. 11 വചനം വായിക്കാം. 11 വചനം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യാശിക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്നെ സൃഷ്ടിച്ച എന്റെ പിതാവാൻ ദൈവം എന്നെ കുറിച്ച് നിരൂപിക്കുന്ന കാര്യങ്ങളായിരിക്കണം എന്റെ പ്രത്യാശ. അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആത്മാവും ജഡവും തമ്മിലൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക. നമ്മുടെ ജഡം പറയുന്ന പ്രത്യാശകൾ പലതുണ്ട്, എന്നാൽ നമ്മുടെ ആത്മാവ് കാംക്ഷിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. അത് ആ ആത്മാവ് എവിടെ നിന്ന് വന്നോ അവനിൽ നിന്നുള്ളതാകുന്നു. അത് തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ ഈ 11 വചനം എനിക്ക് നിങ്ങൾക്കും പോസിറ്റീവായി. ഇല്ല, എന്റെ ജഡത്തെ സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്റെ മനസ്സിനെ ഒന്ന് പിടിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, അതാണ് അനന്യ പ്രവാചകം എന്ന് പറഞ്ഞപ്പോൾ പലർക്കും വഴുതിപ്പോയത്. അങ്ങനെയുള്ള കാര്യത്തിൽ സന്തോഷം തേടുന്ന ഒരു ജനതയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ ഈസി ആയിട്ട് കാണുവാൻ സാധിക്കും. ടെക്നിക്കലി, ബയോളജിക്കലി, ഫിസിക്കലി, ഇനി ഏതൊക്കെ വാക്കെടുത്ത് നോക്കിയാലും കാണുവാൻ സാധിക്കും. ഒന്നിനോട് കൂടെ ഒന്ന് ഫ്രീ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ആൾക്കാർ അവിടെ കൂടുതൽ കാണും. ഇല്ലെങ്കിൽ 100-ൻ്റെത് 99 കിട്ടുവാണെന്ന് പറയുമെങ്കിൽ അവിടെ ആൾക്കാർ കാണും. 1 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്നെ സുഖിപ്പിക്കുന്നില്ലെങ്കിൽ എന്റെ ജഡത്തിന് സന്തോഷം തരുന്ന എന്തായാലും ചെയ്യുന്ന ഒരു രീതിയിൽ മനുഷ്യരെത്തി നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു ജനത്തിന് മുന്നിലാണ് യിരെമ്യാ പ്രവാചകൻ എന്ന് പറഞ്ഞത്. ഈ വചനത്തോടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു അനുഭവ സാക്ഷ്യം പറയാനുണ്ട്. ഈ വചനത്തെക്കുറിച്ച്, ഈ വചനത്തിന് ഹിന്ദിയിൽ ഒരു ക്ലാസ് എടുക്കുവാൻ ദൈവം ഇന്നലെ എന്നെ സഹായിച്ചു. ഈ വചനം ആദ്യം ഒരാളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഞാൻ കണ്ടത്, അദ്ദേഹത്തിന്റെ ഭാവി കാലത്തിലേക്ക് ചില കാര്യങ്ങൾ, കല്യാണം, പെണ്ണ് എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഈ സ്റ്റാറ്റസ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. 21 ദിവസം ഉപവസിച്ചു കേട്ടോ. ഞങ്ങളുടെ കോളേജിൽ നടന്ന കാര്യമാണ്. 21 ദിവസം ഉപവസിച്ചു. 21ാം ദിവസമാണ് ഇന്നലെ. അപ്പോഴാണ് ദൈവം എനിക്ക് വചനം നൽകി തന്നത്. ഈ വചനത്തിന് സംസാരിച്ചതിന് ശേഷം ഇരുട്ട് കഴിഞ്ഞ 12 കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, സാർ എല്ലാം പോയി. ഞാൻ 5-6 വർഷമായിട്ട് ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു, എല്ലാം ഓക്കെ ആയി വന്നതാ, പക്ഷെ എല്ലാം പോയി. അപ്പോൾ ഇന്നലെ വചനം കേട്ടപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, നീ നിന്റെ ജീവിതത്തിൽ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ചെയ്തെടുത്ത് സ്വരൂപിച്ചു വെച്ചുകൊണ്ട് അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയല്ല വേണ്ടത്. ദൈവമേ, നിന്റെ പ്ലാനുകൾ, നിന്റെ പദ്ധതികൾ എന്താണ് നീ എന്നെ ഏൽപ്പിക്കുക, അത് എന്നെ നിവർത്തീകരിക്കുക എന്നുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നവരുണ്ട്, ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരുണ്ട്, മാതാപിതാക്കളുണ്ട്, മുതിർന്നവരുണ്ട്, റിട്ടയർ ആയവരുണ്ട്, പാസ്റ്ററുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയണം. നോയിങ് ദ പർപ്പസ് ആൻഡ് പ്ലാൻസ് ഓഫ് ഗോഡ്, അതാണ് ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. ദൈവത്തിന് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അതിനുവേണ്ടി പിന്നെ ഇരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് 21 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരൊഴുക്കി പ്രാർത്ഥിച്ച് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 21ാം ദിവസം കിട്ടിയ ഉത്തരം എല്ലാം പൊട്ടി. നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ ഹൃദയത്തിൽ എത്ര വേദന വന്ന് കാണും. പക്ഷേ ഈ വചനത്തിന്റെ ഒരു അർത്ഥമുണ്ട്. ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം നിനക്ക് വേണ്ടി ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എന്താണ് എന്ന് നിന്റെയും എന്റെയും ദിനപ്രതി ദൈവത്തോടുള്ള അടുപ്പത്തിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നുവെങ്കിൽ നിന്നെ ദൈവം ആക്കിയിരിക്കുന്നത് ശത്രുക്കളുടെ മുന്നിലായിരിക്കും. ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത് കഷ്ടതയിലായിരിക്കും. അവിടെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാനുള്ള ശക്തി ദൈവം നിനക്ക് തരും. അതിനുശേഷം പോയി 23 സങ്കീർത്തനം വായിക്കുക. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം ഇപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ശത്രു രാജ്യത്ത് എനിക്ക് വേണ്ടി മേശയൊരുക്കുന്ന ഒരു ദൈവമാണ്, സൈന്യങ്ങളുടെ യഹോവയുടെ വാക്കാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമുണ്ട്. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് 76 സങ്കീർത്തനം, അതിന് 1-ാം വചനം ആരെങ്കിലും വായിച്ചോ? 1-ാം വചനം, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു, അവന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. പക്ഷേ ആ വാസസ്ഥലത്ത് ഞാനുണ്ടോ എന്ന് ഞാൻ തന്നെ ആലോചിച്ച് നോക്കണം. എന്റെ വാസസ്ഥലത്ത് ഞാൻ അവനെ വിളിക്കുന്നവനായിട്ടല്ല, അവന്റെ വാസസ്ഥലത്ത് ഞാൻ വസിക്കുന്നവനായി തീർന്നാൽ മാത്രമേ അവനെ എന്റെ മേലുള്ള പദ്ധതികൾ
തക്ക സമയത്ത് പൂർത്തീകരിക്കുവാനിടയാകത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, ആ മെസ്സേജ് പൂർത്തീകരിക്കും വരെ പൗലോസ് പറഞ്ഞത്, എന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ എന്റെ മേൽ ഇട്ട ഈ പദ്ധതി പൂർത്തീകരിക്കും വരെ അവൻ എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ സിംഹത്തിന്റെ മുന്നിൽ നിന്നും കാത്തുകൊള്ളും. ഇപ്പോൾ ഈ ബബിലോണിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. എന്നാലോ യിരെമ്യാവിനെ വിളിച്ച്, യിരെമ്യാവേ, നീ നിന്റെ ശുശ്രൂഷയിൽ എത്ര പേരെ ദൈവത്തിന് വേണ്ടി നേടിയെന്ന് ചോദിച്ചാൽ ചരിത്രം നമ്മൾ പറയുന്നത് 2 പേര്. അതിന്റെ അർത്ഥം ഈ വചനം നമ്മൾ പഠിപ്പിക്കുന്നത്, മനസ്സിന് ഇണങ്ങിയ വചനം അല്ലാത്തത് കൊണ്ട് പലരും ഇത് ഏറ്റെടുത്തില്ല. പക്ഷേ ഏറ്റെടുത്ത ഒരു ജനമുണ്ട്, ഏറ്റെടുത്ത ചില ഹൃദയങ്ങളുണ്ട്. അവർക്ക് എല്ലാം നന്മയ്ക്കായി ഭവിക്കുമെന്നാണ് 11-ാം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. 11-ാം വചനത്തിന്റെ 2-ാം ഭാഗം ഒന്നും കൂടെ വായിച്ചാൽ, തിന്മയ്ക്കായിട്ടല്ല എന്ന് വെച്ചാൽ ജഡീക രൂപത്തിൽ ഞാൻ എനിക്ക് വേണ്ടി ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് നന്മയ്ക്കായിട്ടാണ് എന്നാണ്. പക്ഷേ അതെനിക്ക് തിന്മയ്ക്കായിട്ടാണ് എന്ന് എന്റെ അപ്പുറത്തെ ജീവിതം കാണുന്ന, എന്റെ ഫ്യൂച്ചറിനെ കാണുന്ന എന്റെ പിതാവ് അറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സഹോദരനോട് രാത്രി തന്നെ പറഞ്ഞു, അത് നല്ലതായി പോയി എന്ന്. കാരണം നീ ഇരിക്കേണ്ട മേശയിലല്ല നീ നിന്റെ ഇരിപ്പിടം ഒരുക്കിക്കൊണ്ടിരുന്നത്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന മേശയിൽ ഇരിക്കണമെങ്കിൽ അവൻ എന്റെ ഇടയനാകുന്നു എന്ന് രുചിച്ച് പറയുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ബൈബിൾ നമ്മൾ വായിക്കുവാണെങ്കിൽ നമ്മളെ എല്ലാവരെയും, മനുഷ്യരെ ഒരു ആടിന്റെ സമാനതയിലാണ് നമ്മളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആട് വളരെ നിഷ്കളങ്കമായ ഒരു ജീവിയാണ്. അതിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ പച്ചപ്പ് കണ്ടാൽ അവിടെ പോകാൻ തോന്നും. ആ പോകുന്ന വഴിയിൽ സിംഹമുണ്ടോ, അവിടെ ചെന്നായുണ്ടോ, പട്ടിയുണ്ടോ, പൂച്ചയുണ്ടോ എന്നൊന്നും ആടിന് വിചാരമില്ല. പക്ഷേ ആടിന്റെ ഇടയനായവന് അതിനെക്കുറിച്ച് വിചാരമുണ്ട്. അതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, അവൻ എന്നെ പച്ചയായ ഗുരുപുറങ്ങളിൽ, എന്ന് വെച്ചാൽ ഞാൻ പോയി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോൾ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഇതെനിക്ക് വേണ്ടി പൂർത്തീകരിക്കണം എന്ന് പറയുവാനായിട്ടല്ല നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മുടെ ഓരോ കൂട്ടായ്മയും. ദൈവമേ, എന്റെ ജീവിതത്തിൽ നിന്റെ പദ്ധതികൾ എന്താണ് അത് എന്ന് അറിയുവാനായിട്ട്. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഫോർ ഐ നോ ദ പ്ലാൻ. അപ്പോൾ സൈനികളുടെ ഒപ്പം എന്നോട് നിങ്ങളോട് പറയുന്നത്, എനിക്കറിയാം നിന്റെ ജീവിതത്തിലെ പ്ലാനുകളും പദ്ധതികളും എന്താണെന്ന്. നിന്റെ ഒരേ ഒരു കാര്യമേ, നിന്നോട് ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, എന്നോട് നീ ഒരേ ഒരു കാര്യമേ പറയുന്നുള്ളൂ. ആ പ്ലാനുകളും പദ്ധതികളും എന്താണെന്ന് അറിയുവാനായിട്ട് എന്നോട് അടുക്കുക. ഇല്ലെങ്കിൽ സൈന്യങ്ങളുടെ യഹോവയുടെ വാക്കാണിത്. അനന്യാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തിൽ, നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ ഒരു മരിപ്പിന്റെ അവസ്ഥയായി തീരും. നമ്മുടെയും ആത്മീയ ജീവിതം ഒരു തളർന്നു പോകുന്ന അവസ്ഥയായി തീരും. കാരണം കേട്ടത് ദൈവത്തിന്റെ വചനങ്ങളല്ല എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഈ വചനത്തിന്റെ സാരാംശം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്ലാനുകൾ, പദ്ധതികൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കിരിക്കുന്നത്, ഉപവാസത്തിലിരിക്കുന്നതും. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയോ, ദൈവമേ, അങ്ങയ്ക്ക് എന്റെ കുടുംബത്തിൽ, അങ്ങയ്ക്ക് എന്റെ മക്കളുടെ മേൽ, അങ്ങയ്ക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് എന്താണ് പ്ലാൻ, എന്താണ് പദ്ധതി, അതറിയുവാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് എന്നോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുക. അത് സംസാരിച്ചതിന് ശേഷം എന്നെ അത് എന്റെ ജീവിതത്തിൽ അത് ഉറപ്പിച്ചു തരിക. അങ്ങനെ ഇരിക്കുന്ന ദൈവജനത്തോട് ദൈവം പറയുന്നത്, നിന്റെ പ്രത്യാശ അത് ആണ് എങ്കിൽ, നിന്റെ പ്രത്യാശ ആ ദൈവത്തിന്റെ ആലോചനകൾ അറിയണം എന്നുള്ള പ്രത്യാശയാണ് എങ്കിൽ, നീ ആയിരിക്കുന്ന കഷ്ടത്തിലും നിനക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടായിട്ടില്ല. നീ ആയിരിക്കുന്ന ശത്രുവിന്റെ മുന്നിൽ നിനക്ക് വേണ്ടി മേശ ഒരുക്കി വെക്കുന്നവനാണ് സൈന്യങ്ങളുടെ യഹോവ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ